പറയാൻ പറ്റാത്തൊരു ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടച്ചിൽ ഉണ്ടാവാറുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങളായിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു, IPL കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് മനസ്സൊന്ന് ഒന്ന് പാളി പോയപ്പോൾ എനിക്ക് എൻ്റെ ഇനി ആരെ വിളിച്ചാലാണ് ഒരു ഉപദേശം കിട്ടാൻ. അപ്പോൾ പിന്നെ ഒരു പേരെ മനസ്സിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറും ഭയങ്കര ജെന്യുവനായിട്ട് കണക്റ്റായി. അപ്പോൾ സാറും ഒരു 25 മിനിറ്റ് ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. സാറിൻ്റെ കരിയറിൽ നടന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ കാണേണ്ടത്. അപ്പോൾ ഭയങ്കര ജെന്യുവനായിട്ട് എനിക്കത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ന്യൂസിലൻഡ് സീരീസിലും ഫോം ഔട്ട് ആയപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ചപ്പോഴും കുറേ ഉപദേശങ്ങളുണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തലേ ദിവസം വരെ സാറ് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എല്ലാം റെഡിയല്ലേ, ഹൗ ആർ യു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു എന്തു പറയാനാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതെന്തോ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. അതെ, മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. അതെ, അതെ, വലിച്ചടിച്ചടിച്ച് ഔട്ടായിക്കൊണ്ടിരുന്നത്. അപ്പം വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കുറേ കളി വലിച്ചടിച്ച് നോക്കി. അപ്പോൾ അത് ശരിയായിട്ട് നടന്നില്ല. അപ്പോൾ നമ്മുടെ വീഴ്ചകളിൽ നിന്ന് പഠിക്കണമല്ലോ. അപ്പോൾ ഒരു 5 മാച്ച് ഇവിടെ സീരീസ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നമ്മുടെ രീതി അതാണല്ലോ, നമ്മളെ ശീലി അനുസരിച്ച് നമ്മൾ ഭയങ്കര സ്ട്രൈക്കറായിട്ട് കൂട്ടാൻ നോക്കി, പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വേറെ ഗെയിം പ്ലാനോടെ ഈ വേൾഡ് കപ്പ് പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ഇതാണ്.